ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേശ്ശെ 2-3 ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ സമയം തീരെയും കിട്ടുന്നില്ല. കാരണം കുഞ്ഞിൻ്റെ കാര്യം, ഡോറയുടെ കാര്യമൊക്കെ നോക്കണം, പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യം നോക്കണം. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ നമ്മുടെ സമയമൊന്നും തീരെ നമുക്ക് ഒന്നിനും കിട്ടുന്നില്ല. വീഡിയോസൊന്നും എടുക്കാനും ഇടാനും ഒന്നും കിട്ടുന്നില്ല. ഡോറയ്ക്കും തനിയെ വീഡിയോ എടുത്തിടാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഷോർട്സ് പോലും ഇടാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെയും ആരുടെയും വീഡിയോ എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്തിട്ടില്ല. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ തന്നെ വീഡിയോ എടുത്തിട്ടാണ് നമ്മളെപ്പോഴും ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫാമിലി ലൈഫാണെങ്കിലും നമ്മൾ ഡെയിലി ചെയ്യുന്നുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മുടെ കുട്ടിയുടെ വിശേഷങ്ങളാണെങ്കിലും ഒക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങനെയുള്ള വീഡിയോസാണ് കൂടുതൽ ഇട്ടിട്ടുള്ളത്. ഈ നിമിഷം വരെ നമ്മൾ മറ്റൊരാളുടെയും വീഡിയോ എടുത്ത് നമ്മൾ എന്താ പറയുന്നത് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യേണ്ട അവസ്ഥ നമുക്കിതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ സത്യം പറഞ്ഞ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. റിയാക്ഷൻ വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു പ്രശ്നം ഞങ്ങളും കുറച്ച് നാൾ മുൻപ് അനുഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പം കുറച്ച് ദിവസത്തിന് മുൻപും പോലും ഞങ്ങൾ ഈ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോയതാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഫാമിലി ഇഷ്യൂസ്. ഞാൻ ഒരുപാടധികം ഫാമിലി ഇഷ്യൂസ് കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. എന്നെ അറിയാവുന്നവർക്കും എൻ്റെ വീട്ടിനടുത്തുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് ഫാമിലിയിലെ കുറച്ച് പ്രോബ്ലംസ് കാരണം ഞങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഫാമിലിയിൽ നമുക്ക് പറയാൻ പറ്റാത്ത ഇഷ്യൂസ് ഉണ്ടാവും. എല്ലാവരും ചിരിച്ചുകൊണ്ടായിരിക്കാം എല്ലാവരുടെ മുൻപിലും വരുന്നത്. പക്ഷേ ചിലർക്കൊക്കെ ആണെങ്കിൽ ഉള്ളിൽ കരഞ്ഞുകൊണ്ടായിരിക്കാം ഇരിക്കുന്നത്. നമുക്ക് പലർക്കും പുറത്ത് മനസ്സിലാകണം എന്നില്ല. അപ്പോൾ ഇതെന്താ ഞാനിങ്ങനെ പറയുന്നതെന്നായിരിക്കും ഇപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത്. ഒരു വാലും തലയില്ലാതെ ഇവൻ എന്തൊക്കെയായിരിക്കും വിളിച്ച് പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. സംഗതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും ഒരുപാടധികം ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം അത്യാവശ്യം അറിയാവുന്ന ഒരു ഫാമിലിയാണ് പ്രവീൺ പ്രണവിൻ്റെ ആ ഫാമിലി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അവരുടെ ഫാമിലിയിൽ എന്തോ ഒരു ചെറിയ വിഷയം നടക്കുന്നുണ്ട്. അത് ഫാമിലി ഇഷ്യൂ ആണ്. നമ്മളൊരിക്കലും അതിനകത്തോട്ട് പോയി തലകടത്തിയിട്ട് നമ്മൾ അവരെയും കൂടെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം ഞാനിത് പറയാനുണ്ടായ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പ്രവീണിനും മൃദുലയ്ക്കും ഒരു കുട്ടി ഇപ്പോൾ ജനിച്ചിട്ടുണ്ട്, നല്ലൊരു പൊന്നോമന. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അവർ സത്യം പറഞ്ഞാൽ നിൽക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഫാമിലിയിൽ ചെറിയ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അവരതൊക്കെയാണെങ്കിൽ തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് പോയിട്ട് നമ്മളെപ്പോലെ ചില ആൾക്കാർ എന്താ പറയുന്നത് അത്യാവശ്യം മോശമായിട്ടുള്ളൊരു കമൻ്റ് ഇടുമ്പം, അതായത് 1-2 പേരല്ല, പല ആൾക്കാരും ചില കമൻറ്റുകൾക്ക് എന്താ പറയുന്നത് മറ്റുള്ള ആൾക്കാർ ഏറ്റെടുത്തിട്ട് പിന്നെ അതിൻ്റെ പുറകെ ബാക്കിയുള്ള കമൻറ്റുകൾ. അപ്പം ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിക്കുന്ന ആ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അച്ഛനും അമ്മയ്ക്കും അത് ജനിച്ചിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ്. ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കാം ഈ സെയിം പ്രവൃത്തി ചെയ്യുന്നത്. കാരണം ഈ ഒരു കമൻ്റ് ഇട്ട് മറ്റുള്ളവർ ദ്രോഹിക്കുന്നത്. അപ്പോൾ ഒരു അമ്മയും അച്ഛനും ആകുന്ന ആ ഒരു ആദ്യമായിട്ടാകുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അവർക്ക് സന്തോഷമായിരിക്കാം, ടെൻഷനുണ്ട്, വിഷമങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഫസ്റ്റ് ഒരു അച്ഛനും അമ്മയും ആവുന്ന ആൾക്കാർക്ക് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് ഫസ്റ്റ് ഞാൻ അച്ഛനായ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. സന്തോഷം ഉണ്ടായിരുന്നു, സങ്കടം ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നു പോയിരിക്കുന്നത്. കാരണം എൻ്റെ ഫാമിലിക്കാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും അറിയാം ഞാൻ ആ സമയത്ത് എന്തുമാത്രം പ്രശ്നത്തിലൂടെ കടന്നു പോയി എന്നുള്ളത്. കാരണം ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഫാമിലി ഇഷ്യൂസ് എന്ന് വെച്ചാൽ എനിക്കും ഡോറയ്ക്കിടയിലല്ല, അല്ലാണ്ട് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. എൻ്റെ സ്വന്തം ഫാമിലിയായിട്ടല്ല ഉണ്ടായിരുന്നത്. അപ്പം നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ കുറച്ച് സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു സമയം. ഏകദേശം ഡോറ ഇവിടെ എത്തും വരെ, ഞങ്ങളുടെ വീട്ടിലെത്തും വരെ ഒരു മാസക്കാലത്തോളം ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ടെൻഷൻ അടിച്ച് ബുദ്ധിമുട്ടി വിഷമിച്ചാണ് ഞങ്ങൾ നിന്നിരുന്നത്. ഡോറയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും അതിൻ്റെ ഒരുപാടധികം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഒരു പാരൻ്റ് ആവുന്ന പാരൻസിൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ അവർക്ക് ടെൻഷനും പേടിയും വിഷമൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ചും അവരെ ഫാമിലി അവരെ സപ്പോർട്ട് ചെയ്യാതെ നിൽക്കുന്ന സമയത്ത് അത് ഒരുപാടധികം അവരെ ബാധിക്കാറുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് പോയിട്ട് നമ്മളും അവരെ ആണെങ്കിൽ കുറ്റപ്പെടുന്ന രീതിയിൽ, ദ്രോഹിക്കുന്ന രീതിയിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ മാനസികാവസ്ഥ എത്രത്തോളം മോശമാകും എന്നുള്ളത്. മാത്രമല്ല, ഇപ്പോൾ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലും മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ SIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഹോസ്പിറ്റലായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ എൻ്റെ മോനെ ഹാർട്ടിന് പ്രോബ്ലം വന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞത് SIT കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചികിത്സിക്കാൻ പെട്ടെന്ന് മാറും. ഒരുപാട് പേര് നമ്മുടെ കോഴിക്കോട്, കണ്ണൂർ ആ ഭാഗത്തു നിന്ന് തന്നെ ഒരുപാട് പേര് ചികിത്സയ്ക്കായിട്ട് SIT വരാറുണ്ട്. അപ്പോൾ ഒത്തിരി പേര് SIT ചികിത്സയ്ക്ക് വരുന്നുണ്ട്. ഒരുപാട് പേര് ഞങ്ങൾ നേരിട്ട് പോയി കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് പേര് ചികിത്സിക്കാൻ, കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് SIT.
അപ്പോൾ അത്ര മോശം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റൽ എല്ലാം തന്നെ മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിനോട് അത്യാവശ്യം മോശപ്പെട്ട അഭിപ്രായമാണുള്ളത്. എങ്കിൽ പോലും എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലും മോശമാണെന്നൊരിക്കലും അഭിപ്രായമുള്ളൊരു വ്യക്തിയല്ല ഞാൻ. ഞങ്ങൾ ഡോറ പ്രഗ്നൻ്റ് ആയ സമയത്ത്, നമ്മുടെ മോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നമ്മൾ കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിലാണ് നമ്മളാണെങ്കിൽ കാണിച്ചിരുന്നത്. ഞങ്ങൾക്ക് അവിടുന്ന് വളരെ മോശം അനുഭവമാണ് ഉണ്ടായത്. കാരണം ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ച സമയത്ത് സ്കാൻ ചെയ്തത് ഒരു സ്കാനിങ് സെൻറ്റർ എന്നേ ഞാൻ പറയത്തുള്ളൂ. സ്കാനിങ് സെൻറ്ററിൽ നിന്ന് വന്ന ഏറ്റവും വലിയ കുഴപ്പമാണ് ഇതിനെല്ലാം കാരണം. ഞാനത് എടുത്തു പറയും. സ്കാനിങ് സെൻറ്റർ, ആ സ്കാനിങ് സെൻറ്ററിൻ്റെ പേര് പേപ്പർ അവിടെ ഇരിപ്പുണ്ട്, അത് ഞാൻ പറയാം. എന്തെങ്കിലും ഒരു അവസരം വരുമ്പോൾ ഞാൻ പറയാം. ഒരു സ്കാനിങ് സെൻറ്റർ, ആ സ്കാനിങ് സെൻറ്ററിൽ നിന്ന് വന്ന ഒരു കുഴപ്പമാണ് ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ ആ സ്കാനിങ് സെൻറ്ററിൽ നിന്ന് അങ്ങനെ ഒരു പ്രോബ്ലം വന്ന സമയത്ത് ആ ഡോക്ടറും എന്താ പറയുന്നത്, അത് വീണ്ടും ഒന്നും കൂടെ പരിശോധിക്കേണ്ടതായിരുന്നു. കാരണം അത്രയും സ്കാനിങ്ങിൽ തെളിയേണ്ട രീതിയിലുള്ള അത്രയൊന്നും വീക്ക് ഡോറയ്ക്ക് ആ സമയത്ത് ആയിട്ടില്ലായിരുന്നു. ഡോക്ടറുടെ കയ്യിലും പിഴവുണ്ട്. ഒരിക്കലും നമ്മൾ എല്ലാ ഗവൺമെൻറ് ഡോക്ടർമാരും നല്ലതാണെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ട്യൂബിലാണ് പ്രഗ്നൻ്റ് ആയിരിക്കുന്നത്, പെട്ടെന്ന് അബോർഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് പേടിപ്പിച്ചത്. മാത്രമല്ല, ഞങ്ങളിത് പോകുന്നത് തിങ്കളാഴ്ച ദിവസമാണ്. ചൊവ്വാഴ്ച ദിവസം ഞങ്ങൾ തിങ്കളാഴ്ച ദിവസമാണ് പോകുന്നത്. ചൊവ്വാഴ്ച ബുധനാഴ്ച എങ്ങാണ്ട് ഓണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ഡോക്ടർമാരൊക്കെ ഓഫായിരിക്കും, നമുക്കറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങളെ വണ്ടാനത്ത് കൊണ്ടുപോകണം, പെട്ടെന്ന് അബോർഷൻ ചെയ്യണം, അത്രയും എമർജൻസിയാണ്. പിന്നെ ഡോറയ്ക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് അത് പ്രഗ്നൻസി കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാടധികം പേടിപ്പിച്ചു ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ആ ഡോക്ടറുടെ മുൻപിൽ നിന്ന് കരഞ്ഞുപോയി, അത്രയ്ക്ക് ഞങ്ങളായിട്ട് പേടിപ്പിച്ചു. കാരണം ഞങ്ങൾ ഒരുപാടധികം ആഗ്രഹിച്ച് കിട്ടിയതായിരുന്നു. അപ്പം അവിടുന്ന് ഞങ്ങൾ പിന്നെ പോകുന്നത് നമ്മുടെ ചങ്ങളങ്ങരയിലുള്ള കുറുപ്പിൻ്റെ ഹോസ്പിറ്റൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. RCPM അങ്ങനെ എന്തോ ആണ് ഹോസ്പിറ്റലിൻ്റെ മുഴുവൻ പേര്. ഇവിടെ എല്ലാം കുറുപ്പിൻ്റെ ഹോസ്പിറ്റൽ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അവിടുത്തെ ശ്രീകുമാരി ഡോക്ടറാണ് സത്യം പറഞ്ഞാൽ ഡോറയെ ചികിത്സിക്കുന്നത്. ആ ഡോക്ടർക്ക് നമ്മളൊരു ഒരിക്കലും എന്താ പറയുക, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ നമ്മൾ അവിടുന്ന് ഡെലിവറിക്ക് വേണ്ടി പോയത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ഞങ്ങൾക്ക് നല്ല അനുഭവം തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുണ്ടായത്. കരുനാഗപ്പള്ളിയിൽ നമുക്ക് കിട്ടിയ മോശം അനുഭവം അല്ല നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ കിട്ടിയത്. നല്ല അനുഭവം തന്നെയായിരുന്നു. എന്താ പറയുക, നമ്മുടെ മോനാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ആദ്യമേ തന്നെ അവിടുത്തെ പീഡിയാട്രീഷ്യനാണ് കണ്ടുപിടിക്കുന്നത്. ആ ഡോക്ടറാണ് സത്യം പറഞ്ഞാൽ മോന് ഈ ചിലപ്പോൾ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകാം, നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തേരെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാർഡിയോളജിയുടെ അടുത്തോട്ട് വിടുന്നതും ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നതും. അപ്പം എന്താ പറയുന്നത്, ഒരുപാടധികം നല്ല ഡോക്ടർമാരും ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ എന്താ പറയുന്നത്, നമ്മൾ തക്കാളിയൊക്കെ ഒരു പെട്ടിക്കകത്ത് കുറേ തക്കാളി കിടപ്പുണ്ട്, പക്ഷേ അതിനകത്ത് എല്ലാ തക്കാളിയും നല്ലതായിരിക്കത്തില്ല, ചിലതൊക്കെ ചീഞ്ഞളിഞ്ഞ തക്കാളികളൊക്കെ കാണും. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ഡോക്ടർമാരും നല്ലതാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല, എന്നാൽ എല്ലാ ഡോക്ടറും മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ലവരുമുണ്ട്, മോശം ആൾക്കാരുമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നല്ല അനുഭവമാണ് കിട്ടിയത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ മൊത്തം മോശമാണെന്ന് നമുക്ക് അഭിപ്രായം ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ പ്രവീണിന് അവരുടെ വൈഫിനെ കൊണ്ടുപോകാൻ അവർക്ക് കംഫർട്ടായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ അവരുടെ ഡോക്ടറെ റെക്കമെൻഡ് ചെയ്തൊരു ഹോസ്പിറ്റലിലോട്ടായിരിക്കാം അവർ കൊണ്ടുപോയത്. അവിടുത്തെ ചികിത്സ അവർക്ക് ഓക്കെ നല്ലതായിട്ട് തോന്നിയായിരിക്കാം. അത് അവരുടെ ചോയ്സാണ്, അവരുടെ ജീവിതം അവരാണത് നോക്കേണ്ടത്, അവരാണത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കാണുന്ന ആൾക്കാരൊന്നും അല്ല ഒന്നും ആർക്കും കൊടുക്കുന്നത്. പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്, എല്ലാവരും ഇഷ്ടപ്പെടാറുണ്ട്, എന്താ പറയുന്നത്, സപ്പോർട്ട് ചെയ്യാറുണ്ട്, ശരിയാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് ഒരാളുടെ ഫാമിലി ലൈഫിൽ, ഇപ്പം നിങ്ങളുടെ ഫാമിലി ലൈഫിലേക്ക് ആരെങ്കിലും ഇടിച്ചു കയറിയിട്ട് അത് അറിയണം, അത് വേണം, അവർ പറഞ്ഞൊരു വാക്കാണ്, അത് പറഞ്ഞേ പറ്റത്തുള്ളൂ, എല്ലാം ഇടുന്നുണ്ടല്ലോ, പിന്നെന്താ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഈ ഒരു എന്താ പറയുന്നത്, മറ്റൊരാളുടെ ഫാമിലി ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യവും അറിയണം, അല്ലെങ്കിൽ എന്താ പറയാത്തത് പറഞ്ഞേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിരുന്നു. കാരണം മോനാണെങ്കിൽ 460 എങ്ങാണ്ടായിരുന്നു മോൻ്റെ വെയിറ്റ്, 460 ആയിരുന്നു മോൻ്റെ വെയിറ്റ്. 2 ദിവസം കൊണ്ട് മോൻ്റെ വെയിറ്റ് 400 ഗ്രാം കുറഞ്ഞു. അതുപോലെ തന്നെ കുഞ്ഞ് ഭയങ്കരമായിട്ട് ശോഷിക്കുകയും ചെയ്തു. 2 ദിവസം കൊണ്ട് 400 ഗ്രാമൊക്കെ കുറയുമെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാവരും പറയാറുണ്ട് വെള്ളം വറ്റുന്നതിൻ്റെ വെയിറ്റ് കുറവാണ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു ഞങ്ങളുടെ ആ സമയത്ത്. പക്ഷേ വെള്ളം വറ്റി, അതായത് കുഞ്ഞ് ജനിച്ച ആ സമയത്തുള്ള ആ ഒരു ബോഡി വെയിറ്റ് പിന്നെ ഉണ്ടാവില്ല, അത് കുറയും എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ വെള്ളം വറ്റുന്ന വെയിറ്റും അതുപോലെ തന്നെ അല്ലാണ്ട് കുഞ്ഞിന് കുറയുന്ന വെയിറ്റും ഭയങ്കരമായിട്ട് ഡിഫറൻ്റ് ഉണ്ട്. അത് മറ്റുള്ളവർ പറയുന്ന കണക്കല്ല, ഡോക്ടർക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പം കുഞ്ഞിൻ്റെ അത്രയും വെയിറ്റ് മോശമാവുകയും അത്രത്തോളം കുഞ്ഞിൻ്റെ ആരോഗ്യത്തിൽ വ്യത്യാസം വരികയും ചെയ്തിരുന്നു. അത് ഞങ്ങൾക്ക് ഏറ്റവും അധികം ഞങ്ങളെ ബാധിച്ചതാണ് ആ സമയത്ത്. ഒന്നാമത് നമ്മുടെ ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, അതിനിടയ്ക്ക് ഇതും കൂടെ ആയപ്പം എന്നെ ഡോറയൊക്കെ ആണെങ്കിൽ ഒരുപാടധികം ഈ ഒരു പ്രോബ്ലം ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം
ഞങ്ങൾ അതുകൊണ്ടാണ് മോനെ കാണിക്കാതിരുന്നത്. മോനെ ഞങ്ങൾ കാണിച്ചില്ല. ഏകദേശം ഒരു 1 മന്തിന് മേളിൽ, അതായത് മോന് ഏകദേശം കുഴപ്പമില്ല എന്ന് ഞങ്ങൾക്ക് ഒന്ന് ഉറപ്പായതിന് ശേഷമാണ് ഞങ്ങൾ മോനെ ആണെങ്കിൽ കാണിച്ചത് തന്നെ, നമ്മളെ വീഡിയോസിലൊക്കെ കാണിച്ച് തുടങ്ങിയത് തന്നെ. അപ്പോൾ അതിന് മുമ്പ് കാണിക്കാതിരുന്നപ്പോൾ നിങ്ങളെന്താ കുട്ടിയെ കാണിക്കാത്ത, നിങ്ങൾ കടപ്പുറ വരെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്താ കുട്ടിയെ കാണിക്കാത്ത എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ബാഡ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി ബാഡ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളതിനെ റിയാക്ട് ചെയ്തിരുന്നു. റിയാക്ട് ചെയ്ത സമയത്ത് നമ്മളെ അതും പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞിട്ടായിരുന്നു വീണ്ടും നമ്മളെ കമൻറ്റ് ഇട്ട്. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വീഡിയോ ചെയ്യുന്നവരെ എന്തും പറയാം, എന്ത് അനാവശ്യം വേണമെങ്കിലും പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളതിനെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ അതിന് തിരിച്ചെന്തെങ്കിലും പറയുകയാണെങ്കിൽ, പിന്നെ ഈ ലോകത്തെ ഏറ്റവും മോശമായിട്ടുള്ള ആൾക്കാർ ആ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. അത് എനിക്ക് തന്നെ അനുഭവം വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വൈഫിനെക്കുറിച്ച് മോശം പറഞ്ഞൊരു സമയത്ത് ഞാൻ റിയാക്ട് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം ഞാൻ ഇമോഷണലായിട്ടാണ് റിയാക്ട് ചെയ്തത്. ഞാൻ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ഇമോഷണൽ ഫൂളാണ്. അപ്പം എനിക്ക് എന്താണോ പറയാൻ തോന്നുന്നത്, എന്താണോ എനിക്ക് സംസാരിക്കാൻ തോന്നുന്നത്, ഞാൻ ഓപ്പണായിട്ടത് പറയും. അപ്പം ഞാനത് റിയാക്ട് ചെയ്ത സമയത്ത് എൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ കൾച്ചറിനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറഞ്ഞു, ഒത്തിരി അങ്ങനെ പറഞ്ഞ് മോശമായിട്ട് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ വൈഫിനെ കുറിച്ച് മോശം പറഞ്ഞപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്തത്. പക്ഷേ നമുക്ക് അത്രയും പോലെയുള്ള സ്വാതന്ത്ര്യം നമുക്ക് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലില്ല. അപ്പോൾ എന്താ പറയുന്നത്, ഇതൊക്കെ ആൾക്കാർക്ക് എന്തും പറയാം, നമ്മൾ റിയാക്ട് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ പ്രവീൺ പ്രണവിൻ്റെ ആ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയോ ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പറഞ്ഞേ പറ്റുള്ളൂ, അത് പറയണം, അത് പറയാത്ത എന്താ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആരെയും സത്യം പറഞ്ഞാൽ ഒരു കാര്യത്തിനും ചോദ്യം ചെയ്യാൻ പാടില്ല. അവരവരുടെ സന്തോഷം അവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അവരുടെ ഹാപ്പീസ് മൂമെൻ്റാണ് അവർ വീഡിയോസായിട്ട് ചെയ്യുന്നത്. ഒരിക്കലും ഒരു സാഡായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സാഡ്നെസ് കൊണ്ടുവന്നിട്ട് അവർക്ക് റീച്ച് ആവേണ്ട ഒരു ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ചെയ്തിരിക്കുന്നത്. അവർക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷകരമായിട്ടുള്ള വീഡിയോസ് ഇടാനാണ് എല്ലാ യൂട്യൂബർമാരും ആഗ്രഹിക്കുന്നത്. കോമഡി ആയിക്കോട്ടെ, ഫണ്ണായിക്കോട്ടെ, ഫാമിലി വ്ളോഗ് ആയിക്കോട്ടെ, ചലഞ്ചിങ് വ്ളോഗ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതെല്ലാ യൂട്യൂബേഴ്സ് ഇടാൻ ശ്രമിക്കുന്നത് ഹാപ്പി ആയിട്ട് ഇരുന്നുകൊണ്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. പലരും ഇമോഷണലായിട്ട് വീഡിയോസ് ചെയ്യാറുണ്ട്. ഓരോരുത്തർക്കും ക്യാരക്ടർ വീഡിയോസ് ചെയ്യാറുണ്ട്. ചിലരാണെങ്കിൽ കണ്ടൻറ്റ് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം പലരുടെയും എന്താ പറയുന്നത്, തിരഞ്ഞെടുക്കുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് അവരുടെ ചോയ്സാണ്. ഇപ്പം ഫാമിലി വ്ളോഗ് ചെയ്യുന്നവർ ആ ഫാമിലിയിൽ നടക്കുന്ന എല്ലാം തന്നെ പറയണം എന്നുള്ള ഒരു നിബന്ധനയൊന്നും എങ്ങുമില്ല. അവരെന്താണോ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അത് അവർ കാണിക്കുക. നമുക്ക് കാണാൻ താല്പര്യമുണ്ട്, നമ്മൾ കാണുക. കാണാൻ താല്പര്യമില്ല, നമ്മൾ കാണണ്ട, നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക. അത്രേ ഉള്ളൂ ഇതിനകത്ത്. അതല്ലാതെ ഒരാളുടെ ഫാമിലി ലൈഫിലോട്ട് നമ്മൾ കടന്നു ചെന്നിട്ട് അവരെ കടന്നാക്രമിച്ചിട്ട് അവർക്ക് ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം പബ്ലിക്കിൽ കൊണ്ടുവന്ന് അതൊരു ചർച്ചയാക്കുക. ഇപ്പം ഈ പ്രവീൺ പ്രണവിൻ്റെ വീഡിയോസ് തന്നെ ഒരുപാട് പേരെടുത്തിട്ട് അത് എന്താ പറയുന്നത്, അവരുടെ ലൈഫിൽ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെ പ്രശ്നങ്ങളാണ്, അങ്ങനെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ, ഞാൻ ഈ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു വന്നതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ ആ ഒരു പ്രോബ്ലം മനസ്സിലാവുന്നുണ്ട്. കാരണം സെയിം സിറ്റുവേഷനിലൂടെ ഈ ഒരു ഡെലിവറി ടൈമിൽ ഞാനും ഇതേ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോയതാണ്. കൂടെ നിൽക്കാൻ ആരുമില്ലാതെ, കൂടെ എന്താ പറയുന്നത്, നമുക്ക് താങ്ങായിട്ട് ആരും നിൽക്കാനില്ലാതെ, അത് ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെ ഒരു മോശമായ ഒരു സിറ്റുവേഷനാണ്. കാരണം ഞാനാണെങ്കിൽ ഏകദേശം ഒരു 15 ദിവസം ഞാൻ സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു. കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലായിരുന്നില്ല. അത്രയ്ക്കധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രഷറുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ 15 ദിവസമാണ് ഡോറ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ ഏകദേശം ഒരു 10 ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഈ 15 ദിവസം ഉണ്ടായിട്ട് നീ 10 ദിവസം ഉണ്ടായിരുന്നുള്ളൂ എന്നൊരു ചോദ്യം വരാൻ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. കാരണം അതിന് ഞങ്ങളുടെ ഫാമിലിക്കിടയിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രോബ്ലംസ് കാരണം എനിക്കവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. എന്നിട്ടും ഞാനവിടെ നിൽക്കുന്നത് തനിച്ചാണ്. എൻ്റെ കൂടെ ആരുമില്ലായിരുന്നു. എന്താ പറയുന്നത്, എൻ്റെ വൈഫിൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ സ്വന്തം ഫാമിലി ആണെങ്കിലും ആരും തന്നെ ഇല്ലായിരുന്നു. അത്രയും വലിയൊരു മെഡിക്കൽ കോളേജിൽ ഞാൻ തനിയായിരുന്നു. എന്താവശ്യം വന്നാലും നമ്മൾ തനിയായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ ഡോറയുടെ ബ്രദറും നാത്തൂനും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം അവർ വന്നിട്ട് അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഡോറയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എത്രയൊക്കെയെന്ന് പറഞ്ഞാലും നമ്മൾ ഒറ്റപ്പെട്ടൊരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത്, എനിക്ക് വേണ്ടിയല്ല ചെയ്തു തരുന്നത്, ഡോറയ്ക്ക് വേണ്ടിയാണ് പ്രത്യേകം ഓർക്കുക. അപ്പം നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ട് ആരുമില്ല നമ്മളോട്, നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ താങ്ങാൻ ആരുമില്ല, നമ്മുടെ കൂടെ ഒന്ന് സംസാരിക്കാൻ ആരുമില്ല, നമ്മളെ എന്താ പറയുന്നത്, നമ്മളായിരിക്കുന്ന ഒരു ഇമോഷണലായിട്ടിരിക്കുന്ന സമയത്ത്
നമ്മളൊക്കെ ഉണ്ട് കൂടെ എന്ന് പറഞ്ഞ് നിൽക്കാൻ ആരുമില്ല. അത് എൻ്റെ ഫാമിലി ആണെങ്കിലും അവളുടെ ഫാമിലി ആണെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഒരുപാടധികം ബുദ്ധിമുട്ടും വേദനയും വിഷമമൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ദിവസങ്ങളിൽ ഹോസ്റ്റലിലായിരുന്ന ദിവസങ്ങളിൽ ആർക്കും അറിയില്ല, ഡോറയ്ക്ക് പോലും അറിയില്ല, തനിയെ ഇരുന്ന് കരഞ്ഞിട്ടുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രയധികം വിഷമവും ടെൻഷനും സങ്കടവും വന്നിട്ടുള്ളൊരു സമയമാണത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇന്ന് പ്രവീൺ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പോൾ അത് കണ്ടപ്പം പ്രവീണിൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും എന്നെ തന്നെയാണ് അവിടെ ഞാൻ സങ്കല്പിച്ചത്. കാരണം ആ സെയിം സിറ്റുവേഷൻ ഞാൻ പോയതാണ്. അപ്പം എനിക്ക് പറയണമെന്ന് തോന്നി ആൾക്കാരോട്, ഇങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങൾ. നമ്മളൊരിക്കലും ഒരാളെ നമുക്ക് ചിലപ്പം ഒരാൾക്ക് സഹായം ചെയ്യാൻ നമുക്ക് സാധിക്കില്ലായിരിക്കും, പക്ഷെ അവരെ ഉപദ്രവിക്കാതിരിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അവരുടെ ഫാമിലി ലൈഫ് എന്ത് ഇഷ്യൂ ആയിക്കോട്ടെ, ദൈവം അനുഗ്രഹിച്ച് അത് വളരെ വേഗം നേരെയാവട്ടെ. പഴയതുപോലെ പ്രവീണിനെയും അതുപോലെ തന്നെ പ്രണവിനെയും അവരച്ഛനെയും അമ്മയൊക്കെ നമ്മൾ പഴയതുപോലെ ആ ഒരു ഹാപ്പി ഫാമിലിയായിട്ട് കാണാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അതല്ലാണ്ട് അവരുടെ ഫാമിലി ലൈഫിൽ കയറിയിട്ട് അത് ഇത് പറ, അങ്ങനെ പറ, ഇങ്ങനെ പറ, എന്താ ചെയ്യാത്ത, ഇങ്ങനെ എന്ത് ചെയ്യാത്ത, അവിടുത്തെ കൊണ്ടുപോകാൻ എന്താ, ഇവിടെ കൊണ്ടുപോകാൻ എന്താ, എല്ലാം അവരുടെയൊക്കെ ചോയ്സാണ്, അവരുടെ തീരുമാനങ്ങളാണത്. അത് അവരുടേതായിട്ടുള്ള രീതിയിലാണ് അവർ മുന്നോട്ട് പോകേണ്ടത്. മറ്റൊരാൾ പറയുന്ന രീതിയിലല്ല ഒരിക്കലും ഒരാളുടെ ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പിന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പ്രൊഡക്റ്റ് ചെയ്ത രീതിയിലായിരിക്കത്തില്ല പോകുന്നത്. നമുക്കൊരിക്കലും നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പം നമ്മൾ നാളെ കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല നാളത്തെ നമ്മുടെ ജീവിത രീതി പോകുന്നത്. കാരണം നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ഓരോ ദിവസത്തെയും പ്രവർത്തികൾ, അതൊക്കെ എന്താ പറയുന്നത്, ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ അടുത്ത ദിവസം നമുക്ക് ആരംഭിക്കുന്നതും അടുത്ത ദിവസം മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഞാൻ ഇന്ന് ചിന്തിക്കുകയാണ്, നാളെ എനിക്കാണെങ്കിൽ ഇതൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ചിന്തിച്ചിട്ടായിരിക്കും ഞാൻ കിടക്കാൻ പോകുന്നത്. പക്ഷേ ചിലപ്പോൾ കിടക്കുന്ന സമയത്തായിരിക്കാം അതൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോഴായിരിക്കും അതിനെ മാറ്റിമറിക്കുന്ന രീതിയിൽ, അതല്ല വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ അടുത്ത ദിവസമായിരിക്കും. അപ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണോ പോകണം എന്ന് വിചാരിക്കുന്ന ആ രീതിയിലായിരിക്കില്ല പോകുന്നത്. ഇപ്പം എനിക്ക് ജോലിക്ക് ഞാൻ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഫീവർ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എനിക്ക് ചിലപ്പോൾ ജോലിക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്കൊരു ആക്സിഡൻറ്റ്, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി, അത്രേ ഉള്ളൂ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല നമ്മുടെ ജീവിതം പോകുന്നത്. അതെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ അവരുടെ ലൈഫിൽ അവരാഗ്രഹിച്ച രീതിയിലായിരിക്കില്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമവും സങ്കടമൊക്കെ അത് അവർക്കേ അറിയുള്ളൂ. നമ്മൾ കാണുന്ന കാണികൾ പോയിട്ട് അവരെ അതിൻ്റെ പേരിൽ എന്താ പറയുന്നത്, മോശമായിട്ട് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഒരു ഡെലിവറി കഴിഞ്ഞിരിക്കുന്നൊരു സ്ത്രീ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പല ചിന്തകളിലിരിക്കുന്നൊരു സ്ത്രീയാണ്. അത് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. പല ചിന്തയിലിരിക്കാറുണ്ട്, പലത് ആലോചിച്ച് കൂട്ടാറുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇതുപോലെ പ്രശ്നങ്ങളും വരുമ്പം അതവരെ ഒരുപാടധികം ബാധിക്കും. മാത്രവുമല്ല അതിനിടയ്ക്ക് ആ പ്രശ്നത്തിനിടയ്ക്ക് വീണ്ടും പോയിട്ട് നമ്മൾ കുത്തിത്തിരിപ്പുണ്ടാക്കാനും നമ്മളതിനായിട്ട് ചൊറിയാനും ചകയാനും അതിനെ മോശം പറയാനും ഒക്കെ നമ്മളും കൂടെ നിൽക്കുമ്പോൾ അതവരെ മാനസികമായിട്ട് ഒരുപാട് തളർത്തും. പ്രത്യേകിച്ചും കൈത്താങ്ങായിട്ട് നിൽക്കേണ്ട ആൾക്കാർ മാറുമ്പോഴും കൈത്താങ്ങായിട്ട് ആരും ഇല്ലാത്ത വരുന്ന സിറ്റുവേഷനിൽ ഒരുപാട് പ്രഷർ അത് നമ്മൾ അനുഭവിക്കും. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ എനിക്കിത് പറയാൻ പറ്റില്ല. എനിക്ക് ആ പ്രവീണിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ എന്നെയാണ് അവിടെ സങ്കല്പിച്ചത്. എൻ്റെ സിറ്റുവേഷൻ, എൻ്റെ ബുദ്ധിമുട്ടുകൾ, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ. ഇന്നും ഞാൻ അതിൻ്റെ പേര് ഒരുപാടധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരുപാടധികം ടെൻഷൻ ഇന്നും ഞാൻ അതിൻ്റെ പേര് അനുഭവിക്കുന്നുണ്ട്. ഒരിക്കലും ഞാൻ ആഗ്രഹിച്ച രീതിയിലല്ല എൻ്റെ ഫാമിലി ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാവുന്ന ഓരോ അനുഭവങ്ങളാണ്, സിറ്റുവേഷനാണ്. നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തരുടെയും ഫാമിലി ലൈഫ്, അവരുടെ ജീവിതം, അത് നമ്മൾ ആ രീതിക്ക് വിട്ടുകൊടുക്കാൻ എന്താ പറയുക, തയ്യാറാവുക. ഒരിക്കലും ആരെയും ഫോഴ്സ് ചെയ്ത് അവരെ കൊണ്ട് പറയിപ്പിക്കാനിരിക്കാതിരിക്കുക. അവർക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയട്ടെ, പറയാൻ താല്പര്യമില്ലെങ്കിൽ അവർ പറയാതിരിക്കട്ടെ. അതിൻ്റെ പേര് അവരെ മോശക്കാരാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ സ്വയം മോശക്കാരാവുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായമാണ് ഇവിടെ ഞാൻ രേഖപ്പെടുത്തിയത്. കാരണം എനിക്ക് സെയിം സിറ്റുവേഷൻ അനുഭവം ഉണ്ടായതുകൊണ്ട് എനിക്കിത് പറയണം തോന്നി, അല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും സ്നേഹം കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ബൈ.